ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിരവധി പോസ്റ്റുകൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെ വധിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തെ ചുട്ടുകൊല്ലും എന്നതടക്കമുള്ള നിരവധി പോസ്റ്റുകൾ പലരും പല രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കേസാവുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിക്ക് നേരെ ഇത്തരത്തിൽ ഭീഷണിയും ആക്ഷേപവും പരിഹാസവും അതുപോലെ തന്നെ താക്കീതും ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ കേരളത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസുകൾ നിലവിലുണ്ട്. ഈ ജന്തർ മന്ദറിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കേസുകളൊക്കെ തന്നെ കൂടുതലായി ഉണ്ടായത്. അതിനിടയിൽ നോയിഡയിൽ നിന്ന് ഒരു റിപ്പോർട്ട്, കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തി വീഡിയോ പോസ്റ്റ് ചെയ്ത ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിക്കെതിരെ ഇപ്പോൾ കേസില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കുട്ടി സമൂഹമാധ്യമത്തിൽ പരസ്യമായി മാപ്പ് പറയുകയും ഇത് തന്റെ ആദ്യത്തെയും അവസാനത്തെയും തെറ്റാണ് എന്ന് കുറ്റം ഏറ്റുപറയുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഡൽഹി പോലീസ് കേസെടുക്കാത്തത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നോയിഡ സ്വദേശിയായ പെൺകുട്ടിക്കെതിരെ ആദ്യം നോയിഡ എക്സ്പ്രസ് വേ പോലീസ് സ്റ്റേഷനിൽ ഒരു 0 FIR രജിസ്റ്റർ ചെയ്യുകയും കേസ് ഡൽഹിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പെൺകുട്ടി മാപ്പ് പറഞ്ഞത്. കുട്ടിയോട് ക്ഷമിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമൂഹമാധ്യമങ്ങളിൽ പറഞ്ഞിരുന്നു. അധിക്ഷേപകരമായ പരാമർശം നടത്തിയിട്ടും ക്ഷമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മകൾക്ക് നൽകിയത് 2ാം ജന്മമാണ് എന്ന് ഈ കുട്ടിയുടെ അമ്മ പ്രതികരിച്ചു. 15 വയസ്സുള്ള കുട്ടിയാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. ആ കുട്ടിയാണ് നരേന്ദ്രമോദി അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ തന്നെ പോസ്റ്റ് ഇട്ടത്. പ്രധാനമന്ത്രി മോദി രാജ്യത്തെ രാജാവാണ്, അദ്ദേഹത്തിന്റെ മുന്നിൽ നമ്മൾ പ്രജകൾ ഒന്നുമല്ല. മകളോട് ക്ഷമിച്ചത് ഉദാത്തമായ കാര്യമാണ്, കൂപ്പുകൈകളോടെ നന്ദി പറയുന്നുവെന്നും അമ്മ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ മകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തതിൽ തീർച്ചയായിട്ടും ലജ്ജിക്കുന്നു എന്നും കുട്ടിയുടെ അമ്മ വ്യക്തമാക്കിയിരുന്നു. രജിസ്റ്റർ ചെയ്ത FIR പിൻവലിക്കണം എന്നുകൂടി അവർ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇതിനകത്തിപ്പോൾ ഈ കുട്ടി അറിവില്ലാതെ ചെയ്തതായിരിക്കും. പക്ഷേ 15 വയസ്സുള്ള കുട്ടിക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കരുത്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഉണ്ടാവേണ്ടതാണ്. എന്തോ ആ കുട്ടി അങ്ങനെ ചെയ്തത് അത് തീർച്ചയായിട്ടും കുറ്റം തന്നെയാണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും ഒക്കെ തന്നെ കേസെടുക്കേണ്ട വിഷയമാണ്. പക്ഷേ ആ കുട്ടിയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷമിച്ചതുകൊണ്ടും കുട്ടി മാപ്പ് പറഞ്ഞതുകൊണ്ടും തൽക്കാലം ഒരു പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട്, 15 വയസ്സുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ആ കുട്ടിക്കെതിരെ കേസെടുക്കാതെ വിട്ടയക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് പുറത്തു വരുന്നത്. ഇത് കണ്ടുകൊണ്ട് ഇനിയിപ്പോൾ കുട്ടികളെ ഉപയോഗിച്ച് നേരത്തെ, അതായത് വർഷങ്ങൾക്ക് മുൻപ് 2019 കാലഘട്ടങ്ങളിൽ അന്ന് അധികാരത്തിൽ ഏറിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു മലയാളിയായ ഒരു കുട്ടി, വിദേശത്ത് താമസിക്കുന്ന കുട്ടിയാണ്, നരേന്ദ്രമോദിയെ കൊല്ലണം എന്ന് പറഞ്ഞ ഒരു വീഡിയോ, മോദി എന്താ ചെയ്യേണ്ടത് എന്ന് അമ്മ ചോദിക്കുന്നു, കുട്ടി പറയുന്നു കൊല്ലണം എന്ന് പറയുന്നു. പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. അങ്ങനെ പറഞ്ഞ് ഇനി കൊച്ചുകുട്ടികളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാനുള്ള സാധ്യത കൂടി മുൻനിർത്തിക്കൊണ്ട് അതിന് വേണ്ട ക്രമീകരണങ്ങൾ, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണ്. ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഗുരുതരമായ ഒഫൻസാണ്, ഗുരുതരമായ നിയമലംഘനമാണ് എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞിട്ട് അറിവില്ലാതെ കുട്ടികൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതും ആ ഒരു വിഷയത്തിൽ മാതാപിതാക്കൾക്കെതിരെ കൂടി കേസെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരണം. കാരണം ഇതുപോലെ 10ഉം 15ഉം വയസ്സുള്ള കുട്ടി ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട മാതാപിതാക്കൾ അത് ചെയ്തില്ല എങ്കിൽ അതും ഗുരുതരമായ ഒരു അനാസ്ഥ തന്നെയാണ്, കുറ്റകരമായ ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലേക്ക് കൂടി നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഒന്ന് മാറേണ്ടതാണ് എന്നൊക്കെയാണ് ഈ വാർത്തകളും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്. അല്ലെങ്കിൽ ഇതൊരു ശീലമായി മാറും.